നമ്മളെ പെൺകുട്ടികളോട് ഒന്ന് രണ്ട് സംഗതി പറയാണ്ട്. എന്താ? കഴിവിനനുസരിച്ച് ആവശ്യം പറയാൻ പാടുള്ളൂ. കഴിയാത്തത് ഭർത്താക്കന്മാരെ കൊണ്ട് നിർബന്ധിക്കരുത്. പാടുണ്ടോ? മറ്റോര് വാങ്ങണത് തന്നെ ഞമ്മക്കും വാങ്ങണം എന്ന് ചോദിച്ചാൽ പറ്റുമോ? ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നടക്കണത് എന്താ? അവിടെ എന്തേ നടന്നത് അതന്നെ. മുതലാളിമാരവിടെ നടക്കണ മാതിരി തന്നെ സാധുക്കളും നടത്തണം എന്ന് ചോദിച്ചാൽ സാധിക്കോ? നമുക്ക് ആവശ്യമുള്ളത് നടത്തിയാൽ പോരെ? അല്ലാഹു റബ്ബി. ഈ സഹോദരിമാര് പെൺകുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? പെൺകുട്ടികൾ ഇങ്ങനെ മുഖം നോക്കിയിട്ട് വാപ്പാന്റെ മുഖത്തേക്കാണ് നോക്കിയാ വാപ്പാക്ക് ഇപ്പൊ സന്തോഷാണോ ദുഃഖാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയണം അല്ലേ? ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കണം ഭാര്യമാർക്ക്. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ കഴിവ് കൊടുക്കണം. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ മഹല്ല് കമ്മിറ്റിയും നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് ആ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചിട്ട് എന്താണ് ഒരു കുടുംബ ജീവിതം, എന്താണ് ഒരു കുടുംബ ജീവിതം, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഉമ്മയും വാപ്പിയും ആരാണ്, ഇതൊക്കെ ഒന്ന് ശരിക്ക് വിവാഹത്തിന് മുമ്പ് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റേത് ഇപ്പൊ എന്താണെന്നറിയോ? വിവാഹം കഴിയും പിറ്റേത്തെ ആഴ്ച തലാക്കും നടക്കും. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞത് ചെറിയ സംഗതിയല്ലല്ലോ, വല്ലാത്തൊരു ഐശ്വര്യല്ലേ. അല്ലാഹു റബ്ബി. പെൺകുട്ടികൾ മനസ്സിലാക്കണം മക്കളെ, പ്രസവിക്കാന്ന് പറഞ്ഞാല്, ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ, ഉമ്മാനി ബാപ്പാനി സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. അതിനൊരു സ്വഭാവ ഗുണം പഠിക്കണം. ഒരു പെൺകുട്ടിനെ കെട്ടിച്ച് ഓള് വിരുന്ന് വന്നപ്പോ വാപ്പ ചോദിച്ചു, മോളോ ഓയ് ഇജ്ജ് എപ്പോഴേ വന്നത്? ഞാൻ കുറച്ചേരായിപ്പ. എന്താ വർത്താനൊക്കെ നല്ല സുഖാണ്. എനിക്ക് എപ്പോഴാ പോകേണ്ടത്? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വേഗമാണ് പോകും. അൽഹംദുലില്ലാഹ്. അതാണ് ആ കുട്ടി പറഞ്ഞത്. രണ്ടാമത്തോളെ കെട്ടിച്ചിക്കണം. ഓള് വന്ന് ഓളോട് ചോദിച്ച, മോളെ ഇജ്ജ് എപ്പോഴേ വന്ന്? ഞാൻ കുറച്ചേരായി. എന്താ വർത്താനൊക്കെ സുഖം തന്നെയാണ്. അനക്കെപ്പോഴാ പോണ്ട്? ആ തള്ള വേണം ചെല്ലാൻ പറഞ്ഞത്. രണ്ടങ്ങളെ പെൺകുട്ടികളൊക്കെ ചിരിച്ചല്ലോ. ആ തള്ള വേഗമാണ് ചെല്ലാൻ പറഞ്ഞിരിക്കണോ? ഇനി ഞാൻ ഇവിടെ ഉള്ള പെണ്ണുങ്ങളോടൊക്കെ ചോദിക്കണത്, നിങ്ങൾ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അമ്മയാണോ, ആ മരുവളാണോ, ആ തള്ളയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കണാണ് തള്ളയും മരുവളുമാണോ, ഏതാങ്ങളൊക്കെ? നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ മനസ്സ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗം ഇങ്ങനെ ചോദിച്ചാൽ പോരാ, സ്വർഗം കിട്ടും കൂടി വേണ്ടേ? നമ്മളൊക്കെ സ്വഭാവം നന്നാക്കണം. ഒരു പെൺകുട്ടിനോട് ചോദിച്ചു, രണ്ടുമ്മാര്, ഇതാരാ മോളെ? ഇത് ഉമ്മ, ഇത് അമ്മായിമ്മ. ഇതിനെ കയറ്റം കയറാൻ നിൽക്കണത് അതിന്റെ ആവശ്യമുണ്ടോ? ഇതാരാ മോളെ? ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ. എത്ര സുഖമുണ്ട് കേൾക്കാൻ. ഇതാരാ? ഇത് ഇവിടുത്തെ വാപ്പ, ഇത് അവിടുത്തെ വാപ്പ. ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ. എത്ര സുഖമുണ്ട്. അതിന് മക്കളെ നമ്മൾ എന്താക്കണം? കല്യാണം കഴിക്കുന്നതോടുകൂടെ രണ്ടുമ്മാര്, രണ്ട് വാപ്പാര് അല്ലേ? കുടുംബ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തെ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം. ആ കുടുംബ ജീവിതത്തിൽ ത്വാഹ റസൂലുള്ളാഹി. ചില ആണുങ്ങളുണ്ട് എന്താ ഭർത്താനത്തിലും ഇല്ല അവരുണ്ടാവും. നമ്മളൊന്നും പൈലപ്പെട്ടതല്ല. ഇതിപ്പോ ചാപ്പനങ്ങാടി പറഞ്ഞാല് പാപ്പുലിയാർ പാപ്പാന്റെ നാടല്ലേ. ഇവിടെ ഒന്നും ഇപ്പൊ അങ്ങനത്തെ പോലും ഉണ്ടാവൂല. എന്നാലും ഞമ്മക്ക് എന്താക്കാ പറഞ്ഞു നോക്കാന്ന്. ഇവിടെ ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു ഖൈറ് തരട്ടെ. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ നല്ലതിനേക്കാൾ നമ്മൾ കരുതേണ്ടത്. അള്ളാഹു റായത്ത് തരട്ടെ. ചില ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളോട്, അനക്കെന്താ അവിടെ പണി അല്ലേ? എന്താ ചോദ്യം? അനക്കെന്താ അവിടെ പണി? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ചോദിക്കാൻ നിൽക്കണ്ട. അനക്കെന്താ അവിടെ പണി എന്ന് ചോദിച്ചാലേ പെണ്ണുങ്ങളെ, എന്നാ ഞാൻ എടുക്കണ പണി നിങ്ങളൊന്നും എടുത്തോളി എന്ന് പറഞ്ഞാണ്ടല്ല, കുഞ്ഞായി മുസ്ലിയാരും കൂടി കുടുങ്ങിയ കേസാണ്. ആ ചോദ്യം ഒരു നല്ല ചോദ്യമല്ല. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അപ്പോഴാണ് പെണ്ണുങ്ങൾ പിന്നെ എന്താക്കിയത്, ഓളവിടെ അങ്ങനെ കസാലിയിൽ ഇരിക്കുക. അപ്പൊ ഇയാൾ ചോദിച്ചു, ഉജ്ജ് പടങ്ങനെ ഇരിക്കുക, പിന്നെ ഞാൻ ചാടി കളിച്ചാൽ കണ്ടങ്ങള്
അതെന്തുകൊണ്ടാ? രണ്ടാളെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയാണ്. എനക്കെന്താ പണി എന്ന് ചോദിച്ചാല്, പണി കാണണം നിങ്ങൾക്ക്. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പൊ ഗ്യാസ് അടുപ്പാണ് അല്ലേ? ഒരു ഗ്യാസിന്റെ അടുപ്പമ്മേൽ എത്ര എണ്ണം പോകും കുട്ടിയെ? എത്ര പാത്രം വെക്കും തിളപ്പിച്ചാൽ? 3 എണ്ണം. 3 പാത്രം വെക്കും. ഒരു പാത്രത്തിൽ എന്താ പെണ്ണുങ്ങൾക്ക് പണിയെന്ന് നമുക്കൊന്നും അറിയാനുള്ള ഇല്ലേ? ഒരു പാത്രത്തിൽ ചായന്റെ വെള്ളം തിളക്കുകയാണ്. ആ വെള്ളം ഇങ്ങനെ തിളച്ചു വരുമ്പോൾ തന്നെ കുളുകുളു എന്ന് തിളച്ചാൽ അറിയും. രണ്ടാമത്തെ പാത്രത്തിൽ കറിയാണ്. ആ കറി ഇങ്ങനെ പുളുപുളു തിളച്ചുകൊണ്ടിരിക്കുക ഇല്ലേ? മൂന്നാമത്തെ പാത്രത്തിൽ ഏതാ? മൂന്നാമത്തെ പാത്രത്തിൽ പാലാണ്. പാലിങ്ങനെ തിളച്ചു വരുമ്പോൾ തിളക്കണത് അറിയോ? പാല് തിളക്കണത് അറിയോ? അറിയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ പാലിനെ എണ്ണിയത് ഭക്ഷണത്തിന്റെ കൂട്ടത്തിലാണ്. പാല് ഭക്ഷണത്തിന്റെ കൂട്ടത്തിലാണ്. എന്തുകൊണ്ട്? പാലിൽ 10% വെള്ളം, 90% അന്നജം. അതുകൊണ്ട് പാല് തിളച്ചാൽ ഇപ്പോഴും നല്ല പുറത്തേക്കാണ് അറിയായ്യ. അല്ലെങ്കിൽ പിന്നെ പഴയന്മാര് ആ മന്ദംകോലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിങ്ങോട്ട് തിളക്കണത് അറിയാൻ. അപ്പൊ പാല് തിളക്കാൻ വെച്ചാൽ പെണ്ണിന് അടുപ്പിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഒരു പാത്രത്തിൽ ചായൻ്റെ വെള്ളം കുളുകുളു, മറ്റേ കറി പുളി ഇല്ലേ? മറ്റേതോ പാലിങ്ങനെ. അപ്പൊ ഇവള് അവിടെ ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ ഇടയിലാണ് ഉറങ്ങാൻ കിടക്കണ കുട്ടി തൊട്ടിന്നാണ് നിരോധിച്ചു. കുട്ടി തൊട്ടിന്നാണ് കരഞ്ഞു. ഇനിയിപ്പോ ഈ പാല് നോക്കണോ കുട്ടീനെ നോക്കണോ? അനക്കെന്താ പണി നിങ്ങൾ ചോദിച്ചല്ലോ അല്ലേ? ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇടങ്ങാറായിട്ട് നിൽക്കുമ്പോഴാണ് പുറത്താരോ വന്ന് ബെല്ലടിച്ചു. പുറത്താരോ വന്നുകാണ്ട് ബെല്ലടിച്ചു. ഞാൻ ബെല്ലടിച്ചവനെ പോയി നോക്കണോ, പാല് തിളക്കണോ നോക്കണോ, ഞാൻ കുട്ടീനെ ഏതാന്ന് നോക്കണ്ടേ? നിങ്ങൾ ചോദിച്ചല്ലോ എനിക്കെന്താ അവിടെ പണിയോ? ഇത് മൂന്നും കൂടി അടങ്ങാറായി നിൽക്കുമ്പോഴാണ് മൊബൈൽ ഫോണ് ഗിണി എന്ന് പറഞ്ഞ അടിച്ചു തുടങ്ങിയത്. എനിക്കെന്താ പണി നിങ്ങൾ ചോദിച്ചല്ലോ? പണിയുണ്ടോ അല്ലേ? അപ്പൊ അതുകൊണ്ട് മുത്തുനബി പഠിപ്പിക്കണത് എന്താണെന്നറിയോ? എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിയിൽ ആത്മാർത്ഥ കാണിക്കുക. ഒരാളും ഒരാളെയും കുറ്റപ്പെടുത്തണ്ട, ഒരാളും ഒരാളെയും ആക്ഷേപിക്കലല്ല. പിന്നെയോ അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഒരു റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല, നബി തങ്ങളുടെ നാവ് കൊണ്ട് ഒരാളെ പരിഹസിച്ചിട്ടില്ല. നബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷു എന്നാണ് റസൂലുള്ളാഹി വിളിക്കുക. റസൂലുള്ളാഹി ആയിഷ ബീബിനെ വിളിക്കൽ എങ്ങനെ? ആയിഷോ എന്നാ വിളിക്കാം. നമ്മളെ മാതിരി ആയിഷ എന്ന് പറഞ്ഞാണ് കുന്നുകുലുങ്ങലല്ല. മനസ്സിലായോ? ആയിഷൂ എന്നാ റസൂലുള്ളാഹി വിളിക്കുക. എന്താ വിളിന്റെ ഒരു മധുരം! റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആയിഷ ബീബിനോട് ചോദിച്ചു, നബി തങ്ങളെ വീട്ടിലെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീബി പറയുന്നുണ്ട്, നബി തങ്ങൾ വീട്ടിൽ വന്നാൽ ഞങ്ങളെ വീട്ടു ജോലിക്കൊക്കെ റസൂലുള്ളാഹി സഹായിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ആയിഷ ബീബി നിലം അടിച്ചു വൃത്തിയാക്കുമ്പോ റസൂലുള്ളാഹി മാറാല തട്ടിക്കൊടുക്കും. നബി തങ്ങള് മാറാല തട്ടിക്കൊടുക്കും. അല്ലാ, ഈ മൂലാര് വയലിന് വരണ്ടില്ലേ നിങ്ങൾ വിചാരിച്ചുണ്ടോ? ഇപ്പൊ നമ്മളെ അടുത്ത് ചൂല് വാങ്ങണ പരിപാടിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കുടുംബ ജീവിതത്തിൽ രണ്ടാളും ഒരു മനസ്സായി നിന്നുകൊണ്ട് പോണം. മനസ്സിലായോ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബി പറയാണ്, ഞാൻ കുളിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും കുളിക്കാനുള്ള വെള്ളം റസൂലുള്ളാഹി കോരി വെച്ചിട്ടുണ്ടാകും. ആയിഷ ബീബി പറയാണ്, ഭക്ഷണമൊക്കെ ഞാൻ പാകം ചെയ്ത് അത് മേശമ്മക്ക് എടുത്തു വെക്കണ കാര്യം അതൊക്കെ ആര് ചെയ്യും? റസൂലുള്ളാഹി തങ്ങൾ ചെയ്യും. അതാണ് ഒരു ഇണയും തുണയും. അതാണ് മുത്തനബിന്റെ റഹ്മത്ത്. കുടുംബം പരസ്പരം എങ്ങനെ നിൽക്കണം? കുടുംബങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് സന്തോഷിച്ച്, ഓള് ഞമ്മക്കും ഞമ്മൾ ഓക്കും, മക്കള് ഞമ്മക്കും മാതാപിതാക്കൾ മക്കൾക്കും. ഇതാണ് കുടുംബജീവിതത്തിന്റെ ഐശ്വര്യം. ഈ ഐശ്വര്യമുള്ള ജീവിതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നബി തങ്ങൾ റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ജീവിതം അതാണ് നമ്മൾ പഠിക്കേണ്ട റഹ്മത്ത്. എല്ലാ ആവശ്യങ്ങളിലും നബി തങ്ങൾ കൂടെ നിൽക്കും. അതാണല്ലോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വിഷമിച്ചു അല്ലേ? ജബലുന്നൂർ പർവ്വതം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാ ജബലുന്നൂർ. ഹിറാ ഗുഹ 600 സ്റ്റെപ്പ് കയറണം ഹിറാ ഗുഹയിലെത്തണമെങ്കിൽ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോഴും കയറിയതാ. മക്കത്തുനിന്ന് 3.5 കിലോമീറ്റർ ജബലുന്നൂർ, മക്കയിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം. അവിടെയാണ് ഹിറാ ഗുഹ. അവിടുന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ തെരഞ്ഞുപോയി അവിടുക്കാര് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. പടച്ചോനെ,
ഖദീജ ബീവി ആ ജബലുന്നൂറിന്റെ മോളിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വഹയി വാങ്ങിയിട്ട് വന്നിട്ട് റസൂലുള്ള പനിച്ച് കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് പുതപ്പെട്ട് കൊടുത്തുകൊണ്ട് ഖദീജ ബീവി റസൂലുള്ളാഹിനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തടകി കൊടുത്തു. ഒരു കൈ കൊണ്ട് ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, നബിയേ തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ ദുഃഖിക്കണ്ട, തങ്ങൾ പ്രയാസപ്പെടണ്ട, അല്ലാഹ് നിങ്ങളെ കൂടെ ഉണ്ടാകും നബിയേ. അല്ലാഹു തആല നിങ്ങളെ കൈയൊഴിക്കൂല. നിങ്ങൾ യതീമക്കളെ നോക്കണ ആളല്ലേ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണ ആളല്ലേ, നിങ്ങൾ കഷ്ടപ്പെട്ടവർക്ക് അത്താണിയായി നിൽക്കുന്ന ആളല്ലേ, അങ്ങനത്തെ നിങ്ങൾ എന്തിനാ ബേജാറാകണ നബിയേ? ആര്? അതാണ് പറഞ്ഞത്. ഭർത്താവിനൊരു ക്ഷീണായാൽ ഭാര്യ സമാധാനിപ്പിക്കണം, ഭാര്യക്കൊരു ക്ഷീണം വന്നാൽ ഭർത്താവ് സമാധാനിപ്പിക്കണം, അല്ലേ? നമ്മളൊക്കെ പെണ്ണുങ്ങളാണ്, നമ്മൾ ജബൽനൂർന്ന് വരികയാണെങ്കിൽ ആരെയും നിങ്ങളോട് എന്റെ മോൾക്ക് കുത്തി കയറാൻ പറഞ്ഞത്? എത്ര നല്ല നല്ല തലണ്ടേനി, അവിടെ പോയി കൊണ്ടില്ല. അല്ലാഹു റബ്ബി, നമ്മള് വേഗം ഏതാ പറയാൻ നിൽക്ക, നമ്മള് നാവുന്ന് അങ്ങനത്തെ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഒരാൾക്ക് സുഖമില്ല എന്ന് നമ്മൾ കാണാൻ പോയാൽ എന്താ ചെയ്യാ? ആ നാട്ടിൽ ആർക്കൊക്കെ സുഖമില്ലാതെ അയക്കണോ അതൊക്കെ അവിടെ പറയും, അല്ലേ? ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായിക്ക് പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന ഇളകി, ഓനെ കൊണ്ടെങ്ങാണ്ട് ഡോക്ടറെ കാണിച്ച്. ഡോക്ടറെ അടുത്ത് എന്ത് ചെയ്താൽ നിങ്ങൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 1 മണിക്കൂർ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ നോക്കിയിട്ട് ആക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അങ്ങാടിയിൽ വിവരം അറിഞ്ഞ് ഓട്ടോറിക്ഷയിൽ കാറിൽ ആൾക്കാരൊക്കെ പാടെ ഓടി വന്നു. അപ്പൊ ഇവനിങ്ങനെ ഇഞ്ചക്ഷൻ കടത്തിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു വിയർത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ വരുന്നോര് അല്ല ഇവിടെ ഇങ്ങനെ കിടക്കുക, എന്നാള് രായാക്കാക്ക് ഇതേമാതിരി ഉണ്ടായത്, പിന്നെ മയ്യത്തല്ലേ നമ്മൾ കണ്ടത്? അല്ല, എന്തെങ്കിലും മനസ്സിലാക്കണം, ഇവിടെ ഇങ്ങനെ കിടക്കുക. പണ്ട് പോക്കരാക്കാക്ക് ഇതുണ്ടായിട്ട് പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ലല്ലോ. ഈ വേദന ആ നാട്ടുകാർക്ക് ആർക്കൊക്കെ ഉണ്ടായിക്കണോ അതൊക്കെ അവിടെ ബെൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ബെണ്ണ് നെട്ടിച്ചാടി. ഡോക്ടർ ഓടി വന്ന് ഡോക്ടർ പറഞ്ഞ ആംബുലൻസ് വെച്ച് കൊണ്ടേക്കോളി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം അറ്റാക്ക് ആയതാണ്. നമ്മൾ കാണാൻ പോയതുകൊണ്ട് അറ്റാക്ക് ആയത്, അല്ലെങ്കിൽ ഓൻ ഗ്യാസ് ആയി. നമ്മളെ സംസാരത്തിന്റെ ഒരു രീതിയാണ്. ഇവിടെയാണ് നമ്മൾ ഒറ്റ കാര്യം പഠിക്കേണ്ടത്. എന്താണത്? ത്വാഹാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണമെന്നോ, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണം. അപ്പൊ ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരും നബിയെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ. എന്താ പിടിച്ചു വെക്കല്? നാവിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ തോക്കുന്ന ഉണ്ടാപോയ മാതിരിയാണ്. അതാരെ നെഞ്ഞത്താ പോയി തറക്കാന്നറിയില്ല. അതുകൊണ്ട് പറയണതിന്റെ മുമ്പ് ഒന്ന് ആലോചിക്കണം, അല്ലേ? നമ്മളൊരു വാക്ക് പറയാൻ ഒരുങ്ങുമ്പോ പറയണോ പറയണ്ടേ, ഒരു പിടിച്ചു വെക്കൽ. രണ്ടാമത്തത് അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ, രണ്ടാമതൊരു പിടിച്ചു വെക്കൽ. മൂന്നാമത് ഞാനിത് ഇപ്പൊ തന്നെ പറയണോ പറയണ്ടേ, മൂന്നാമത്തെ ഒരു പിടിച്ചു വെക്കൽ. നാലാമത്തത് ഞാനിപ്പോ മൂപ്പരോട് അത് നേർക്ക് നേരെ പറയണോ പറയണ്ടേ, നാലാമത്തെ ഒരു പിടിച്ചു വെക്കൽ. കണ്ട, അപ്പോഴൊക്കെ അല്ലാ പറയാഞ്ഞത് നന്നായിട്ടോ, നമുക്ക് അനുഭവമല്ലേ? അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഭാര്യ ഭർത്താവിനോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, വാപ്പ മക്കളോടായാലും, മക്കൾ വാപ്പാനോടായാലും, ഉസ്താദ് കുട്ടികളോടായാലും, കുട്ടികൾ ഉസ്താദിനോടായാലും, മുതലാളി തൊഴിലാളിയോടായാലും, തൊഴിലാളി മുതലാളിയോടായാലും, ആരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്ക് മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കരുതേ. അതാണ് മുത്തുനബിന്റെ റഹ്മത്ത്, അതാണ് റസൂലുള്ളാഹിന്റെ റഹ്മത്ത്.